സംഗീതം ഇഷ്ടമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ ആരും തന്നെ പറയാറില്ല. അത്ര കണ്ട് നമ്മൾ സംഗീതവുമായി മ്യൂസിക്കുമായി കണക്റ്റഡാണ്. മേ ബി അതിന് കാരണം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഒരു താളമുണ്ട് എന്നുള്ളതാവാം. ആ താളം തന്നെയാണ് നമ്മുടെ ഉള്ളിലെ സംഗീതവും. ചിലർക്ക് സോഫ്റ്റ് മെലഡീസ് ആകാം, ചിലർക്ക് വെസ്റ്റേൺ റോക്ക് മ്യൂസിക് ആകാം, മറ്റു ചിലർക്ക് നാടൻ പാട്ടുകളാകാം, അതുമല്ലെങ്കിൽ ക്ലാസിക്കൽ കോൺസേർട്സ്. അങ്ങനെ പരിമിതികളില്ലാത്ത ആസ്വാദനത്തിൻ്റെ പല ലെവൽസാണ് പലർക്കും സംഗീതം. കുട്ടിക്കാലം മുതൽ കേട്ട് ശീലിച്ച ഗന്ധർവ സംഗീതത്തോടുള്ള ആവേശം, അതിനുമപ്പുറം അദ്ദേഹത്തിൻ്റെ ലൈവ് കോൺസേർട്ട് നേരിട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ്, അതാണ് എന്നെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. ദാസ് സാറിനോടുള്ള കടുത്ത ആരാധന, ഒന്ന് നേരിൽ കാണാനുള്ള മോഹം. പ്രസിദ്ധമായ കച്ചേരി കണ്ണു തുറന്നു കേൾക്കുക, കഴിയുന്നത്ര അടുത്തിരുന്നു. ചെമ്പയിലേക്കുള്ള യാത്രയിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള ചെമ്പൈ ഗ്രാമത്തിലേക്ക്. സംഗീതോത്സവത്തിൻ്റെ അവസാന ദിനം. കാത്തിരുന്ന സന്ധ്യയെത്തി. ഗാനഗന്ധർവനെ നേരിട്ട് കാണാൻ, ആ കച്ചേരി കേൾക്കാൻ എത്തിയവരെ കൊണ്ട് ചെമ്പൈ ഗ്രാമം നിറഞ്ഞു. അവർക്കൊപ്പം ഇടം പിടിച്ച് ആകാംക്ഷയോടെ ഞാനും ഇരുന്നു. ചെമ്പൈ ശിഷ്യൻ ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് കച്ചേരിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഗുരുഭ്യോ നമഃ. ഗുരുവിൻ്റെ കടാക്ഷത്താല്, ഗുരുവിൻ്റെ അനുഗ്രഹത്താല്, പാർത്ഥസാരഥി കടവുകളുടെ അനുഗ്രഹത്താല് ഇവിടെ വന്നിട്ട് എല്ലാ കൊല്ലവും പാടാനുള്ള അനുഗ്രഹം ലഭിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മാർച്ച് 31-ാം തീയതിയാണ് 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒരിടത്ത് പാടാൻ അനുവദിച്ചത്. അത് എല്ലാ കൊല്ലവും അവിടെ പാടാറുണ്ട് അടുത്ത 31-ാം തീയതി. അതുപോലെ ഇവിടുത്തെ ഉത്സവത്തിൽ മൂന്നാമത്തെ ത്യാഗരാജ ഉത്സവം, 4ാമത്തത് മൂകാംബിയിലെ പോക്ക്. ഈ 4 വേദങ്ങളെ പോലെ എനിക്ക് ബാറ്ററി ചാർജ് കിട്ടുന്നത് അപ്പോഴാണ്.
ദാസ് സാറ് പറഞ്ഞ ആ ബാറ്ററി ചാർജിന് പിന്നിലുള്ള ശക്തി, അതിനെക്കുറിച്ചുള്ള ചിന്തയായി പിന്നങ്ങോട്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന ഗുരുവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ചക്രധാനം സുബ്ബയ്യർ എന്ന സംഗീതജ്ഞനിൽ നിന്നാണ് ചെമ്പൈ കുടുംബ പരമ്പര തുടങ്ങുന്നത്. ഈറോഡിനടുത്തുള്ള ജംബ എന്ന ഗ്രാമത്തിൽ നിന്ന് പാലക്കാട് കോട്ടായിലേക്ക് എത്തിയവരാണ് വൈദ്യനാഥ ഭാഗവതരുടെ മുൻതലമുറക്കാർ. 48 കുടുംബങ്ങളുള്ള ഈ അഗ്രഹാരത്തെരുവ് ഇന്ന് ചെമ്പൈ ഗ്രാമം എന്നറിയപ്പെടുന്നു. ഇവിടെയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചു വളർന്നത്. വൈദ്യനാഥ ഭാഗവതരെ പറ്റി കൂടുതൽ അറിയാൻ ചെമ്പൈയിലെയും കോട്ടായിലെയും ഗ്രാമീണരിലേക്കും ചെമ്പൈ ശിഷ്യന്മാരായ പ്രസിദ്ധ സംഗീതജ്ഞരിലേക്കും എത്താൻ ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കീഴത്തൂർ മുരുകൻ വഴിയൊരുക്കി. സംഗീത കുലപതി എന്നതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ ഭാഗവതരെ കൂടുതൽ അടുത്തറിയുകയായിരുന്നു ഞാൻ. ചക്രധാനം സുബ്ബയ്യർ, സുബ്ബയ്യരുടെ മകൻ അനന്തഭാഗവതർ, അനന്തഭാഗവതരുടെ മകൻ വൈദ്യനാഥ ഭാഗവതർ, വീണ്ടും വൈദ്യനാഥ ഭാഗവതരിൽ നിന്ന് അനന്തഭാഗവതർ, ഈ 5ാമത്തെ വൈദ്യനാഥ ഭാഗവതർ ജനിക്കുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 1896 ഓഗസ്റ്റ് 28-ാം തീയതിൻ്റെ ജനന തീയതി. ഈ ജന്മന ഉള്ള വാസന, ജന്മവാസന, അത് എത്രയും എളുപ്പത്തിൽ അത് ഹോൺ ചെയ്ത്, അതായത് സ്ഫുടം ചെയ്ത് ഗുരുവിനെ കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കിട്ടി. അച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ. അപ്പോൾ അത് കിട്ടി 7 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെ 2 കൊല്ലം ദിവസവും ഒരു കീർത്തനം, ഒരു പാട്ട്, അങ്ങനെ 365 ദിവസം 700 ദിവസങ്ങൾ സംഗീതാഭ്യസനമാണ്. 9 വയസ്സിൽ ഗുരുവായൂർ പാടാൻ തുടങ്ങി. 9 വയസ്സിൽ പിന്നെ അപ്പോൾ ആദ്യം പാടിയപ്പോൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ രാമനാഥിരൻ എന്നുണ്ടായിരുന്നു. അദ്ദേഹം പാട്ട് കേട്ടിട്ട് വളരെ ഭ്രമിച്ച് 101 റുപ്യ കൊടുത്തിട്ട് എല്ലാം നീ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഈ പൈസ കൊണ്ട് ഇതിൻ്റെ പലിശ കൊണ്ട്, അന്ന് 101 രൂപ ഒരു ചാക്കരിക്ക് 100 റുപ്യാണ്. അപ്പോൾ നീ ഗുരുവായൂർ വന്ന് എല്ലാ ഏകാദശിയും പാടാമെന്ന് പറഞ്ഞാൽ 9 വയസ്സ് തൊട്ട് മരിക്കുന്നവരെ അത് മുടങ്ങിയില്ല അദ്ദേഹം. കർണാടക സംഗീതത്തിൻ്റെ എന്തെന്ത് ശാഖകളുണ്ടോ, വർണ്ണങ്ങൾ, അടതാള വർണ്ണങ്ങൾ, പദവർണ്ണങ്ങൾ, തെലുങ്ക് സാഹിത്യത്തോട് കൂടി പാടിയത് ആദ്യം അങ്ങനെ പാടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എൻ്റെ ഗുരുനാഥനാണ്. 1915 ശേഷമുള്ള കേരളം സംഗീത പഠനത്തിന്റെ കാര്യത്തിൽ പോലും ജാതിയും മതവും നോക്കിയിരുന്ന ആ കാലത്ത് വൈദ്യനാഥ ഭാഗവതരുടെ ചില നിലപാടുകൾ ശ്രദ്ധേയമായി. അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ ജാതിയോ മതമോ നിറമോ ഒന്നും ഭാഗവതർ കാര്യമാക്കിയില്ല. താൻ അറിഞ്ഞ സംഗീതം തലമുറകളിലേക്ക് വ്യാപിക്കണം എന്ന് ഭാഗവതർ ആഗ്രഹിച്ചു. സഹോദരൻ സുബ്രഹ്മണ്യ ഭാഗവതരും ഒത്തുചേർന്ന് ചെമ്പൈയിൽ സംഗീത ഗുരുകുലം തുടങ്ങിയത് ആ ദീർഘവീക്ഷണം കൊണ്ടാവാം. 1930 ഒക്കെയാണ് ഈ ചെമ്പൈയിൽ ഇവർ ആരംഭിക്കുന്നത്. ഈ കർണാടക സംഗീതത്തിൻ്റെ പോഷണം എന്ന നിലയ്ക്ക് നല്ലതായി. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ നടന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഇവർ ഈ ഗുരുകുലം ആരംഭിച്ചു. ഈ ഗുരുകുലത്തിൽ അന്നത്തെ പഠിതാക്കൾ സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുകയായിരുന്നു. അവർക്ക് വേണ്ട ആഹാരം, അവർക്ക് വേണ്ട മറ്റ് ഭക്ഷണ ക്രമങ്ങളൊക്കെ തന്നെ ഇവർ ദാനമായിട്ട് കൊടുക്കും. ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഫീസോ മറ്റെന്തെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബേസിലായിരുന്നില്ല ആ ഗുരുകുലം നടത്തിയിരുന്നത്. ഭാഗവതർ തുടങ്ങിവെച്ച ഗുരുകുലം ഇന്ന് ചെമ്പൈ വിദ്യാപീഠമാണ്. പ്രായഭേദമന്യേ സംഗീതവാസനയുള്ള ആർക്കും
ഇവിടെ സൗജന്യമായി പോലും പഠിക്കാം. ഗുരു തുടങ്ങി വെച്ചു, പിന്മുറക്കാർ അത് തുടരുന്നു. എൻ്റെ പരിചയം എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ അദ്ദേഹത്തിന് മൃദംഗം വായിച്ചു 1940. അദ്ദേഹത്തിന് കേൾക്കുന്നത് എൻ്റെ 5ാമത്തെ വയസ്സ് 6ാമത്തെ വയസ്സ് തൃപ്പൂണിത്തുറയിലെ ആ പാലസിൻ്റെ അവർ തൃത്താലി ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അവിടെ ആദ്യം പാടി. ഒരു കച്ചേരി പാലക്കാട് മണിയും ചവിടെയും, ഇന്നൊരു കച്ചേരി ഗോവിന്ദരാജപള്ളിയും മുരുകുപൂതിയും ചെറുപ്പമായിട്ട്. അതാണ് അതിൻ്റെ ഓർമ്മ എനിക്ക്. അപ്പം ഗുരുവായൂരപ്പ എനിക്ക് ഇദ്ദേഹത്തിനിടെ ശിഷ്യനാവണമല്ലോ എന്ന് തോന്നിയാണ് എനിക്ക് മോഹം. 8 വയസ്സിൽ വായിച്ചു. പഠിപ്പിക്കുന്ന എഴുതി പഠിപ്പിക്കില്ല, എഴുതിയെടുക്കാൻ പാടില്ല. അതെ, 2 പേര് ആദ്യം പറഞ്ഞുതരും. അതൊരു 5-6 പ്രാവശ്യം പറഞ്ഞുതരും. നിങ്ങൾ പാടി നോക്കാൻ പറയും. ഇന്ന് ശരിയായെന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിന് സാധില്ല. പഠിഞ്ഞോ ചോദിക്കും. പഠിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റിയെന്ന് ഉദ്ദേശിച്ചില്ല. അപ്പോഴാണ് രക്ഷിക്കുന്നത്, എനിക്ക് രക്ഷിക്കില്ല. അങ്ങനെ ഞങ്ങൾ ചെമ്പയുടെ വീടിൻ്റെ വാതിക്കലെത്തി. അപ്പോൾ TV കണക്ഷൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവിടെ ചെന്നപ്പം ഈ ഇരുമ്പ് കയറ്റി അതെല്ലാം അടച്ചിട്ടിരിക്കുക. അദ്ദേഹം അവിടെ ഇരിപ്പുള്ളൂ, നാരായണീയം വായിക്കുക. കഥയിലിങ്ങനെ ശബ്ദം കേട്ടപ്പോൾ അത് നോക്കി. അപ്പോൾ കൈകൊണ്ട് കാണിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ കഥ ഓർത്താകത്ത് ഇരിക്കുക. അപ്പം പുള്ളി വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറയുന്നില്ല. ഞങ്ങളവിടെ ഇരുന്നു താഴേക്ക്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വായന നിർത്തി മുഴുവൻ വായിച്ചു കഴിഞ്ഞു. എന്താ ഗോപാലകൃഷ്ണന്ന് ചോദിച്ചു. അന്നേക്ക് ഞാൻ சொன்னேன் എന്താ പറയുക, ജയവിദ്യ ഇവരാണ് ജയവിദ്യ. അപ്പോൾ അങ്ങനെ കൂടെ പഠിക്കാനും പിന്നെ കൂടെ പാടും, അങ്ങനെ രണ്ടും കൂടെ നമുക്ക് നടത്താം, അവർക്ക് സമ്മതമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നാൽ ഒരു കീർത്തനം പാടാൻ പറഞ്ഞപ്പോൾ വാതാപി ഗണപതി കീർത്തനം അറിയാവോ എന്ന് ചോദിച്ചു അദ്ദേഹം. അറിയാം, എന്നാൽ പാടിക്കോളും. അപ്പോൾ ഞങ്ങൾ ഓരോരോ സംഗതിയായിട്ട് ഇങ്ങനെ വാതാപിയുടെ അറിയാമല്ലോ, ഓരോരോ സംഗതിയായിട്ട് ഇങ്ങനെ പാടുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സംഗതി വന്നാൽ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സംഗതി അതിൻ്റെ ഇടയ്ക്ക് ചേർക്കണം. എന്നുവെച്ചാൽ പഠനം അപ്പോഴേ തുടങ്ങിയിരിക്കുക. അങ്ങനെ അനുബന്ധം ഈ ചരണം എല്ലാം കൂടെ കറക്റ്റായിട്ട് അപ്പം തന്നെ അതങ്ങ് മുഴുവൻ പറഞ്ഞു തന്നിരിക്കുക. അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അച്ഛനൊക്കെ നാളെ വരത്തുള്ളൂ, പിറ്റേ ദിവസം അച്ഛൻ വരുന്നുള്ളൂ. അപ്പം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഒരു ഡിഫറൻ്റായിട്ടുള്ള ഒരു ചിന്ത. ദക്ഷിണേക്കായാലും ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് ഞങ്ങളെയാണ്. അദ്ദേഹത്തിനെ പഠിച്ചു വെച്ചാൽ എല്ലാവർക്കും ജീവനം. ഈ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അദ്ദേഹത്തിന് അവരുടെ കച്ചേരി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അവർ വായിക്കാം, സന്മാനം തീർച്ചയായിട്ടും കിട്ടും, ഊണും കിട്ടും. അങ്ങനെ ഒരു എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മഹൽ വ്യക്തിയായിരുന്നു. ഒരു ശിഷ്യനെങ്കിലും ജീവിക്കാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. എവിടെയെങ്കിലും പാടാറായാലും ഇവിടെ ഇരുന്നോ ട്യൂഷനും പാടാൻ സാധിക്കുമെങ്കിൽ പാടിക്കും, കച്ചേരിക്കാൻ നിങ്ങൾക്ക് കൈവശമാണെങ്കിൽ പാടിക്കും, ഇല്ലെങ്കിൽ ജീവിക്കാൻ വിഷമമില്ല. അങ്ങനെ ധാരാളം ശിഷ്യന്മാരെ ഇന്ത്യ ഒട്ടുക്കെ, സിലോണിൽ, സിംഗപ്പൂർ അങ്ങനെയൊക്കെ ശിഷ്യന്മാരെ അയച്ച് നൽകിയാണ്. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ആ ചിറകിൻ്റെ അടിയിൽ രക്ഷിക്കും എന്നുള്ളതിൻ്റെ പല തെളിവുകളും എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു തെളിവ് അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞത്, അവൻ പാടും, എനിക്ക് ധൈര്യമുണ്ട്, പക്ഷെ അവൻ്റെ പേര് ചീത്തയാകരുത്. ഞങ്ങൾ രണ്ടുപേരും കൂടി പാടുമ്പോൾ അതാണിപ്പോൾ എൻ്റെ പറയുന്ന അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് കണ്ണുനീര് വന്നുപോയി. കാരണം അതാണ് ഒരു ഗുരുവിൻ്റെ ആ ഒരു ഇത്. അതുപോലൊരു ഗുരുവിന് ഇനി ഈ ലോകത്ത് ആർക്കും ലഭ്യമാവില്ല. കുംഭമാസത്തിലെ ഏകാദശിക്ക് ചെമ്പയിലും ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലുമാണ് ചെമ്പൈ സംഗീതോത്സവം നടന്നു വരുന്നത്. ചെമ്പൈയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവമാണ് സംഗീതോത്സവം. 1914 വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിവെച്ച ഈ സംഗീതോത്സവം 100 വർഷം പിന്നിടുകയാണ്. ചെമ്പൈ ശിഷ്യന്മാരും മറ്റു പ്രഗത്ഭരായ സംഗീതജ്ഞരും വർഷം തോറും മുടങ്ങാതെ ഗുരുപൂജയ്ക്കായി ഈ ഗ്രാമത്തിലെത്തുന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവം ചെമ്പൈ ഭഗവാൻ പാർത്ഥസാരഥിയോട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അഗാധമായിട്ടുള്ള ഭക്തി ഒരു സംഗീതോത്സവമായി ഈ ഭക്തി പ്രസ്ഥാനത്തെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആണ് ഈ സംഗീതോത്സവം എന്ന നിലയ്ക്ക് ചെമ്പൈ സംഗീതോത്സവം രൂപപ്പെടുന്നത്. ഇവിടെ പാർത്ഥസാരഥി അമ്പലത്തിലേക്ക് ഉത്സവം നടക്കാൻ കാണിക്ക കൊടുക്കണം, വരണം, പാടണം, അങ്ങനെ അത് നിർബന്ധമാണ്. അങ്ങനെ പാടാൻ തുടങ്ങിയപ്പോൾ 1959 തൊട്ട് ഞാൻ വരാൻ തുടങ്ങി.
അദ്ദേഹം ഇല്ലാണ്ട് നമ്മൾ പറഞ്ഞ കാര്യമില്ലല്ലോ, ഇവിടെ ആരെയും അറിയില്ലല്ലോ. അതുകൊണ്ട് അവസാനം വരെയും അതിൻ്റെ കാലം വരെയും അതിന് ശേഷവും ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൊല്ലം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എനിക്ക് നീ ഒന്നും ചെയ്യേണ്ട, എൻ്റെ വാർത്താതിക്ക് ചെയ്യാതെ അത്ര മോഹമാണ്. അൻപത്തിരണ്ടില് ഈ എനിക്ക് മിണ്ടുവയ്യാണ്ടായി. സംസാരിച്ചാൽ ആർക്കും കേൾക്കില്ല. ഈ പാടുന്നവർക്ക് ഒച്ചയല്ലേ പ്രധാനം. അപ്പോ ആ കൊല്ലം ഏകാദശിക്ക് ഇവിടെ വന്നിടുമ്പോ നടക്ക് നിന്നിട്ട് ഗുരുവായൂരപ്പ നമ്മളെ പാട്ട് കേൾക്കുകയ്യ, ശ്ലോകം ചെല്ലുന്നു കൂടി കേൾക്കുകയ്യാണ്ടായോ ഗുരുവായൂരപ്പനെ, ഇത്ര ഒരു മുഷ്ടരായോ എന്റെ പേർക്ക് ഞാൻ നടക്കി നിന്ന് നിലവിളിച്ചങ്ങോട്ട് പറയുന്നുണ്ട്. ആർക്കും കേൾക്കില്ല. അവിടെ ഇടയ്ക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അഷ്ടമി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അനേക ഭക്തന്മാർ നാരായണ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആർക്കും കേൾക്കില്ല. അപ്പൊ കുറച്ച് ഒരു 50 അടി അങ്ങേപ്പുറത്തുനിന്ന് ഒരാള് പിന്നാലെ വന്നിട്ട്, ഏയ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, തന്റെ ഒച്ചയൊന്ന് ഗുരുവായൂരപ്പന്റെ അമ്മതിരുവിടെയും കൃപയുണ്ടെങ്കിൽ ഞാനൊന്നും പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞൊരു വൈദ്യമഠം എന്ന് പറഞ്ഞ ഒരു നമ്പൂരി പിന്നാലെ പുറത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം കാറും കൊണ്ടുവരാം, നമുക്ക് പൂള്ളിമനക്കിലേക്ക് പോവാം. ഒരാഴ്ച ചികിത്സയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഉടനെ ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് റേഡിയോ പ്രോഗ്രാം വന്നിട്ടുണ്ട്. വൈദ്യമഠത്തിനോട് ചോദിക്കാൻ, വൈദ്യമഠം 5-ാം തീയതി കച്ചേരിയുണ്ട്, ഏറ്റോട്ടേന്ന്. എന്തായത് വളരെ 6-7 വർഷം പാട്ടൊക്കെ കച്ചേരി അവിടെ പാടാണ്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക ഇപ്പോൾ അവർക്ക്? ഇവിടെ പാടണ്ടല്ലോ. പാടി പാലക്കാട് മണിയിലും CR മണി വയലിലും പാലക്കാട് മണികളിൽ കച്ചേരി പാടി. ആ കച്ചേരി ഞാൻ കേട്ടു. കൃഷ്ണ കരുണ ചെയ്വ നെന്തു താമസം കൃഷ്ണ കരുണ ചെയ്വ നെന്തു താമസം കണ്ണ കരുണ ചെയ്വ നെന്തു താമസം കൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. തിരുവാടുത്തുറ ആദിനത്തിനൊക്കെ ചെന്നപ്പോൾ അദ്ദേഹം 3-4 ദിവസം വെയിറ്റ് ചെയ്തതിന് പിന്നാലെ കിട്ടിയത് ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഒരു ചെറുനാരങ്ങ കൊണ്ട് എപ്പോഴും അങ്ങനെയാണ് വലിയ കാണുമ്പോൾ വെച്ചാണ് കൊടുത്തത് പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ടതെന്ന് കുറേ ദിവസം ഞങ്ങൾക്ക് ഒന്ന് കണ്ട് ഒരു 2 കീർത്തനം പാടുന്നു പറഞ്ഞു. വാ പറയുമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ അദ്ദേഹം ഞാൻ പറയുന്നതൊക്കെ നീ പാടണം ഉടനെ ദർബാർ എന്ന് പറഞ്ഞു പാടും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നായികി ഒക്കെ അടുത്തടുത്തുള്ള രാഗങ്ങളാണ്. ശങ്കരാഭരണം, കല്യാണി, തോഴി, ഭൈരവി, ഇങ്ങനെ രാഗങ്ങൾ 10-12 രാഗം ഒക്കെ പാടി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കീർത്തന പാട്ടിലാണ് ഒരളവുക്ക് തെരിയും സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തമിഴ് തെരിയുമാ, സംസാരിക്കുമ്പോൾ കുറച്ച് നമ്മുടെ മലയാളം കിടന്നിട്ട് തമിഴല്ലേ, അപ്പോൾ കൊഞ്ചം തെരിയുമെന്ന് പറഞ്ഞു. തേവാരം തെരിയുമാ, തെരിയും പാട്. തെരുപ്പുകൾ തെരിയുമാ, തെരിയും പാട്. ഇങ്ങനെ എല്ലാത്തിലും ഒരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എല്ലാத்தையும் தெரிஞ்சாൽ പിന്നെ അപ്പം நான் கச்சேரி பண்ணண்டாமே.
അപ്പോൾ ശരി നാളേക്ക് കച്ചേരി വെച്ചാൽ പറഞ്ഞു. കച്ചേരി കഴിഞ്ഞ സമ്മാനം കൊടുത്തപ്പോൾ 250 ഉറുപ്പ്യയും 10, 16 അന്ന് വലിയ പണമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിലെ പകുതിയേ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് ചോദിച്ചോ, ഈ നിങ്ങളുടെ പേഷ്കാർ, നിങ്ങളുടെ മാനേജർ എന്ത് തന്നാലും അതിൻ്റെ പകുതി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര എന്താ പറയുക, ഒന്നിനും മടിക്കാത്ത, അതായത് പൊളി പറയില്ലല്ലോ. ലൈറ്റ് മ്യൂസിക് പ്രോഗ്രാം നടക്കുക. അപ്പോൾ അതിന് ഇദ്ദേഹത്തിനെ വിളിച്ച് അവർ കേരള സമാജംകാർ വിളിച്ചപ്പോൾ വന്നു. ഉറക്കെ പറയാം, ദാസേ ഈ റെക്കോർഡിങ്ങും കൊണ്ട് നടന്നാൽ പോരാ, കുറച്ചൊക്കെ വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ കുനിഞ്ഞിരിക്കുക. പ്രഭയോടും പറയാം, പ്രഭയെ എവിടെയെങ്കിലും പൊക്കോളൂ രണ്ടുപേരും കൂടെ എന്നൊക്കെ പറഞ്ഞു. കാലത്തെ വരും. എന്നിട്ട് പ്രഭേ ദാ ഗുരുവായൂരപ്പൻ്റെ പഞ്ചസാര, ഉടനെ ഒരു കുഞ്ഞുണ്ടാകണം കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം പോയതിൻ്റെ അടുത്ത വർഷമാണ് എനിക്ക് മൂത്ത മോനുണ്ടായത്. റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് ആൾക്കൂട്ടം. 2 മണിക്കൂർ ലേറ്റായിട്ട് ആ വണ്ടി വരുള്ളൂ. കച്ചേരി അവിടെ ഒരു സഭയിൽ പാടിച്ചു വന്ന് മദ്രാസിന് പോകാനിരിക്കുക അന്നേരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബെഡ് കാണും, ഈ മിലിറ്ററിക്കാരുടെയൊക്കെ ബെഡില്ല, അതുപോലത്തെ ബെഡാണ്. ഉടനെ അതങ്ങോട്ട് വിരിക്കാൻ പറഞ്ഞു. അതൊക്കെ അറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മിക്കവാറും സ്വാമികളൊന്ന് ഉറങ്ങും, സുഖമായിരിക്കും. ഞങ്ങൾ മാറി പതുക്കെ, എടാ ഉറങ്ങാനൊന്നും പറ്റില്ല, ഒരു കീർത്തനം പഠിക്കണം. ഞങ്ങൾ ആകെ വരണ്ടു. അവിടെ അന്നേരം ഒരു കുറഞ്ഞത് 2000 പേരുണ്ട്, പല ക്ലാസ്സുകളിൽ കയറേണ്ടവരല്ലേ. അത് ഞങ്ങൾ പതുക്കെ, സ്വാമിജി അത് പോകേണ്ടവരെല്ലാം കൂടെ ഇവിടെ നിൽക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കീർത്തനം പഠിക്കാമെന്ന് പറഞ്ഞാൽ അലമ്പാകും പറഞ്ഞു. അലമ്പൊന്നുമില്ല, അത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പാടിച്ചാൽ മുന്നേ ഇങ്ങനെയൊക്കെ ഈ തിരുവായിക്ക് എതിരില്ലെന്ന് പറഞ്ഞില്ല. ഒരു രക്ഷയും പറഞ്ഞാൽ ബുക്കൊക്കെ ഇടാം, ബുക്ക് എടുത്ത് പെൻസിലെടുത്ത് ഇത് എഴുതിക്കും. അപ്പോൾ ഈ ആഠാണ രാഗത്തിലുള്ള കീർത്തനം അദ്ദേഹത്തിന് കച്ചേരി മിക്കവാറും പാടുന്നത് ആഠാണയിൽ ഏലാന്നി ദേറാതും പറഞ്ഞു. അതാണെങ്കിൽ മുകളിലാണ് തുടങ്ങുന്നത് തന്നെ മുകളിലാണ്, ഈ സ്ഥായിലാണ്. അപ്പോൾ അത് പഠിക്കാം എന്ന് പറഞ്ഞു. ആ കീർത്തനം അദ്ദേഹത്തിന് കച്ചേരിക്ക് പാടേണ്ടതാണ്, അതുകൊണ്ടാണ് അത് പഠിക്കുക. ഇദ്ദേഹം അവിടെ നിന്ന് ഏത് മുഴുവൻ ഒറ്റ പിടി പിടിച്ചു ഞാട്ടിക്ക് പോയി. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞ് ആളുകളെല്ലാം അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ നോക്കി, ഇതെന്നാ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ ചെമ്പൈ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. കുറേ പേരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നിർത്താൻ, ഞങ്ങൾ പതുക്കെ പാടിയത് സമ്മതിക്കില്ല, ഉറക്കെ പാടി. അവിടെ കൂടിയ മുഴുവൻ വട്ടത്തിൽ നിൽക്കുക, ഞങ്ങളതിന് നടുക്ക്. ചെമ്പൈ പാടുന്നു, ഞങ്ങൾ പാടുന്നു. ഭയങ്കര പെരളി. ഒയ്യോ, ആ കീർത്തനം പല്ലവി അനവല്ലി തീരുന്നവരെ അവിടെ കിടന്ന് പാട്ടായിരുന്നു. പാട്ട് പഠിച്ച് അത് കഴിഞ്ഞ് ആ കീർത്തനം ഞങ്ങൾ തന്നെ പാടിക്കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം നിർത്തി ഉദ്ദേശിച്ചു, ദൈവന്മാരെങ്ങനെ പാടി എന്നൊക്കെ പറഞ്ഞ് തമിഴ് പറയും. അത് ഏല നീതയ റാദു അങ്ങനെ പരാഗു ജേസേ വേളാ സമയ മൂകാതു എന്ന് പറയും. അത് ഏന്ന് പിടിക്കുന്നത് തന്നെ ഭയങ്കര സ്ഥായിലാണ്. ഇത് തീർന്നു, ആളുകളെല്ലാം കൂടെ ഉയ്യോ, ഒരു ഭയങ്കര കച്ചേരി ചെയ്ത പോലെയാണ് ഞങ്ങളുടെ അനുഭവം. ചെമ്പൈ വൈദ്യാവാര കച്ചേരി കഴിഞ്ഞ പോലെ ഇരിക്കുന്നു. ആ ഒരു കീർത്തനം ആ 2 മണിക്കൂർ കൊണ്ട് പാടി അതിൻ്റെ എല്ലും തൊലി എല്ലാം വേറെയാക്കി ശരിയായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച് നമ്മളെ ഊപ്പാട് വന്നു. എൻ്റെ പൊന്നെ, സത്യം. പത്മഭൂഷൺ ലേറ്റായിട്ട് വന്ന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹം കച്ചേരി നാട്ടിൽ വന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൺഫേം അക്സെപ്റ്റിംഗ് കമ്പി അടിച്ചു. വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കൺഗ്രാജുലേഷൻ പറയുമ്പോൾ ഇല്ല ഞാൻ വേണ്ട ചൊല്ലിട്ടേനെ പറഞ്ഞു. വന്നിരിക്കുക പേപ്പറെന്ന് പറഞ്ഞു. ആരെന്ന് പറഞ്ഞു, ആർക്കും പറയാൻ ഇഷ്ടമല്ല. അപ്പം ഞാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണം. എല്ലാവരും അന്ന് ഈ പത്മഭൂഷൺ വലിയ കാര്യമാണ്, സംഗീതക്കാർക്ക് അങ്ങനെ കിട്ടാത്ത കാര്യമാണ്. ഇത് സെക്കൻഡ് IAS കൗണ്ടറല്ലേ. അപ്പം ഞങ്ങൾ നീ ചെന്ന് മേടിച്ചോന്ന് പറഞ്ഞു. പോയില്ല, മേടിക്കാൻ പോയി പോസ്റ്റിൽ അയക്കാൻ പറഞ്ഞു.
എന്നുവെച്ചാൽ അദ്ദേഹം പാടിത്തരുന്ന അതുപോലെ തന്നെ നമ്മൾ ആ എക്സ്പ്രഷനോട് പാടും. അങ്ങനെ പാടിയില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും പഠിക്കും. കാരണം അത് ശരിയായിരുന്നുള്ള രീതിയിൽ. അപ്പോൾ അത് വരുത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം പാടിക്കളയും. അതിനൊക്കെ ഉദാഹരണം നമ്മുടെ ക്ഷീരസാഗര ദേവകാന്താരി, അതിൻ്റെ അവസാനം ആ താരകരാമം അത് പിടിക്കുകയില്ലേ, അപ്പോൾ അദ്ദേഹം ആദ്യം ഒന്ന് പിടിക്കും താരകരാമം. അതാദ്യം മധ്യമത്തിലായിരിക്കും അല്ലേ, അത് കഴിഞ്ഞ് രണ്ടാമത് പിടിക്കുന്നത് പഞ്ചമത്തിലായിരിക്കും. അപ്പോൾ ആ രണ്ടാമത് പിടിക്കുന്ന ഭാഗത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പാടിപ്പിക്കും, അദ്ദേഹം മിണ്ടത്തില്ല. അപ്പോൾ ഉറക്കെ പാടിക്കണം, ആ താരകരാമ പഞ്ചമം അങ്ങനെ നിൽക്കണം. അപ്പോൾ അതല്ലെങ്കിൽ അല്ലേ പറയണം, ഇതൊക്കെ സ്റ്റേജ് വെച്ച് നമ്മൾ മരിച്ചാലും നാളത്തെ പേപ്പറിൽ എഴുതുക താരകരാമ പിടിച്ച് ജയവിജയ മരിച്ചു പോയെന്ന്. ഗുരുവായൂരപ്പൻ്റെ അവിടെയൊക്കെ എനിക്ക് കൂടെ പോകാൻ വലിയ ദുഃഖമുണ്ടാക്കിയ കാര്യം അതാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു, എന്നെയും കൂടെ അകത്ത് കയറ്റുമെന്ന്. അങ്ങനെ വാടു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഒരു പറമ്പിൽ കൂടെ ഇങ്ങനെ ഞാൻ വിചാരിച്ച വല്ല സംശയം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണം. ഞാനും കൂടെ പോയി. അപ്പോഴേക്കും ഒരു ശരിക്കൊരു ഇടിഞ്ഞു പൊളഞ്ഞൊരു ബാത്റൂം പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തീരുമാനിച്ചത് അത് തന്നെ ആയിരിക്കും, അത് മൂത്രം ഒഴിക്കാനോ വല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ, നോക്കിക്കോളൂ, കൃഷ്ണൻ തന്നെയാണ് ഇതും, പാർത്ഥസാരഥി. അതിൻ്റെ തൊട്ടടുത്തൊരു പാർത്ഥസാരഥി ടെമ്പിളുണ്ട്, നല്ലോണം പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അവിടെ കയറ്റിയില്ലല്ലോ. എന്നിട്ട് എന്നോട് പറയാം, ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുപാട് ആളുകളുണ്ടോ ഇന്ന് കേൾക്കാൻ, നമ്മൾ രണ്ടുപേരും കൂടി പാടുന്നു എന്ന് വെച്ചപ്പോൾ, അതുകൊണ്ട് ഇന്ന് കച്ചേരി പുറത്താ. ഒന്നോ ഇല്ലെന്നോ ഒന്നും പറയാനൊക്കെ ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, പാർത്ഥസാരഥി ടെമ്പിളിൻ്റെ അവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പന് അങ്ങനെയാണ്. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അതായിരുന്നു ലാസ്റ്റ്. പക്ഷേ ഞങ്ങൾ പുറത്താണ് പാടിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പാടിയതിലല്ല, അദ്ദേഹത്തിൻ്റെ കച്ചേരി പുറത്ത് വയ്ക്കേണ്ടി വന്നു. ആ ഒരു ദുഃഖം വലിയതുണ്ട്. ഒറ്റപ്പാലത്ത് ഒരു ക്ഷേത്രത്തിൽ, പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അവസാനത്തെ കച്ചേരി ഉണ്ടായിരുന്നത്. ആ കച്ചേരിക്ക് പോണതിൻ്റെ മുമ്പേ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് വിശ്രമിച്ച് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കച്ചേരിക്ക് പോയത്. അപ്പോൾ പോവാൻ സമയത്ത് എന്നോട് പറഞ്ഞു, ഗുരുവായൂർ ഏകാദശി മുടക്കരുത്, പാർത്ഥസാരഥിയുടെ ഉത്സവം മുടക്കരുത് എന്ന് പറയൂ. അദ്ദേഹം പാടിക്കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ വിളിച്ച്, എന്നെ എന്തിനാ ഇനി ഇങ്ങനെ ഈ തടിയും വെച്ചിട്ട് ഇങ്ങനെ നടത്തണേ, എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ എന്ന് ചോദിച്ചു. വീട്ടുമുറ്റത്ത് ഇറങ്ങി, അവിടെ പഴയ വീടാണ്, ഒളപ്പമണ്ണ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ വീട്. വീട്ടിലേക്കുള്ള പടികൾ കയറുമ്പോൾ ഒരു ഭാഗത്തേക്ക് ചരിയുന്നത്. ഭാഗ്യത്തിന് എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് അദ്ദേഹത്തിനെ പൂമുഖത്തിൻ്റെ കോലായിൽ കിടത്തി. പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് ആൾ പോകുന്നു, ഡോക്ടർ വരുന്നു, അദ്ദേഹത്തെ പരിശോധിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു.
എന്നുള്ള യാഥാർത്ഥ്യം ഡോക്ടർ പറയുകയാണ്. നിഖില പാപൻ നിവാരണൈകതാരകമന്ത്രരൂപിണി നിഖില പാപൻ നിവാരണൈകതാരകമന്ത്രരൂപിണി നിഖില പാപൻ നിവാരണൈക രൂപിണി നിഖില നിവാരണൈ സകല കലാമൂലകാരിണി സർവാലങ്കാരഭൂണി നിഖില പാപനി വാരണൈ ഷഡ്വൈരേ മാധവൗജനി दायिनी जननी रे माधवौजनी दायिनी. ചില വ്യക്തികൾ, വികാരങ്ങൾ, സ്ഥലങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ സ്പർശിക്കും. ചെമ്പൈ അങ്ങനെയൊന്നായി മാറിയിരിക്കുന്നു. വ്യക്തമായ ഉദ്ദേശത്തോടൊന്നും ആവില്ല പല യാത്രകളും നമ്മൾ തുടങ്ങി വയ്ക്കാറ്. എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നുണ്ട്. ഇരുട്ടിൽ തപ്പുന്ന മനസ്സിന് വെളിച്ചം പകർന്നു തരുന്ന, ഒരിക്കലും കാണാത്ത, അറിയാത്ത ഒരു വഴികാട്ടിയുടെ പ്രസൻസ്. ആ വഴികാട്ടിയെ തിരിച്ചറിയുന്നതിലാവണം ഓരോ യാത്രയും അവസാനിക്കേണ്ടത്. ചെമ്പൈ, ഞാനിന്ന് തിരിച്ചറിയുന്നു, അങ്ങായിരുന്നു എൻ്റെ വഴികാട്ടി. ആ സംഗീതമായിരുന്നു എനിക്ക് കിട്ടിയ വെളിച്ചം. പാവന ഗുരു പവനപുര ധീശമാശ്രയേ ഗുരു പവനപുര ധീശമാശ്രയേ പാവന ഗുരു പവനപുര ധീശമാശ്രയേ ഗുരു പവനപുര ധീശമാശ്രയേ